My dear students, welcome to Question Tag. ഇന്ന് നാം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ നാലാമത്തെ ഭാഗമാണ് പറയുന്നത്. അതോടുകൂടെ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ അവസാനിക്കും. ഇന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഒരു അസേർട്ടീവ് സെൻറ്റൻസ് അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് പരിശോധിക്കട്ടോ. ഒരു അസേർട്ടീവ് സെൻറ്റൻസ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് തുടങ്ങുന്നത് ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഇവകളെ കൊണ്ട് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നുവെങ്കിൽ ഈ സെൻറ്റൻസിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ഇറ്റ് ആയിരിക്കും. നന്നായി ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ലിറ്റിൽ. നല്ല ശ്രദ്ധിക്കുക കേട്ടോ. ലിറ്റിൽ, ഈ ലിറ്റിൽ നെഗറ്റീവാണ്. അപ്പോൾ ലിറ്റിൽ ഒരു സെൻറ്റൻസിൽ കടന്നാൽ അത് നെഗറ്റീവാണ്. ഓക്കെ. പക്ഷെ ഇവകളെ കൊണ്ട് സബ്ജക്റ്റ് വന്നാൽ ഇവകൾ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ പ്രിനൗൺ ഇറ്റാണ്. പക്ഷെ സെൻറ്റൻസ് നെഗറ്റീവിൽ കിടക്കും. എന്നാൽ ലിറ്റിൽ നെഗറ്റീവ്, എ ലിറ്റിൽ, എ ലിറ്റിൽ നെഗറ്റീവല്ല, പോസിറ്റീവ്. ദ ലിറ്റിൽ പോസിറ്റീവ്, നെഗറ്റീവല്ല. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുപാടെ ഞാൻ പറയുന്നു. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഇവകൾ ഒരു സെൻറ്റൻസ് കൊണ്ട് തുടങ്ങുന്നുവെങ്കിൽ ഇവകളുടെ പ്രിനൗണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ദിസ് ഈസ് എ ബുക്ക്. ഓക്കെ. ഈ സെൻറ്റൻസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഈ സെൻറ്റൻസ് പോസിറ്റീവ്. ഇതിൽ ഓക്സിലറി ഏതാണ്? ഈസ്. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ദിസ്. ദിസ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് എന്തായിരിക്കും? പ്രിനൗൺ എന്തായിരിക്കും? ഇറ്റ്. പഠിച്ചു. അപ്പോൾ ഈസ് വന്നാൽ അതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഈസിൻഡ്. ഓക്കെ. കാരണം സെൻസ് പോസിറ്റീവ് ആണല്ലോ. ഈസിൻഡ് സബ്ജക്റ്റ് ദിസ് വെച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്ത് വെച്ച് കൊടുക്കണം എന്നാ പറഞ്ഞേ? ഇറ്റ്. അപ്പം എന്ത് വരുന്നു? ഈസിൻഡ് ഇറ്റ്. ഒരു എക്സാമ്പിൾ. ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് മോഹൻ. അത് എൻ്റെ കൂട്ടുകാരൻ മോഹനാണ്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. പല ആളുകൾ മോഹൻ എന്ന് വെച്ചിട്ട് ഹീയിലേക്കൊക്കെ പോകും. ക്വസ്റ്റ്യൻ ടാഗിലെ പ്രിനൗണ് പോകരുത്. ഈ സെൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ഈ സെൻറ്റൻസ് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. കാരണം ഇതിൽ നെഗറ്റീവ് ഐഡിയ സിമ്പിൾ ഉണ്ടോ? ഇല്ല. അതിൽ ഓക്സിലറി ഏതാണ്? ഈസ്. ഈസിൻ്റെ നെഗറ്റീവ് എന്താണ്? ഈസിൻഡ്. സബ്ജക്റ്റ് ഏതാണ്? ദാറ്റ്. അപ്പം നാം വെച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഇറ്റ്. ഈസിൻഡ് ഇറ്റ്. ചില കൺഫ്യൂഷൻ ചില ആളുകൾക്ക് വരും. മോഹൻ ഉണ്ടല്ലോ, അതുകൊണ്ടത് മാസ്കുലിൻ ജെൻഡർ അല്ലേ, ഹീ അല്ലേ? വേണ്ട. ഇവിടെ സബ്ജക്റ്റ് ദാറ്റാണ്. അതിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. കാരണം ഇറ്റിനുള്ളൂ ഇവിടെ പ്രിനൗൺ ആയിട്ട്. ഇവിടെ ഈ ദാറ്റാണ് ഇവിടെ പ്രിനൗൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? അതിനെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. മോഹന് സ്വാധീനിക്കാൻ കഴിയില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ പ്രിനൗൺ ഇറ്റാണ് വരുന്നത്. ഓക്കെ. വേറൊരു എക്സാമ്പിൾ. ലിറ്റിൽ ഫുഡ് ഈസ് നീഡഡ്. ലിറ്റിൽ ഫുഡ് ഈസ് നീഡഡ്. ഈ സെൻറ്റൻസ് ആദ്യം പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് പറയൂ. പറയൂ. യെസ്, അത് നെഗറ്റീവാണ്. എന്തുകൊണ്ട്? ലിറ്റിൽ കിടന്നിട്ടുണ്ട്. ലിറ്റിൽ ആ സെൻറ്റൻസിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ. എന്നാൽ അതിൽ ഓക്സിലറി ഏതാണ്? ഈസ്.
ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഈസിൻ്റെ വരുമോ? വരില്ല, ഈസേ വരുള്ളൂ, കാരണം ലിറ്റിലുണ്ട്. എന്നാൽ അവിടുത്തെ സബ്ജക്റ്റ് പ്രിനൗൺ എന്തായിരിക്കും? ഈസ്, ഇറ്റ്, ഈസ്, ഇറ്റ്. കാരണം നമ്മൾ പറഞ്ഞു ലിറ്റിൽ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഇറ്റ് ആയിരിക്കും. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഇതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ എന്തായിരിക്കും? ഇറ്റ് ആയിരിക്കും. ലിറ്റിൽ നെഗറ്റീവാണ്, എ ലിറ്റിൽ പോസിറ്റീവാണ്, ദ ലിറ്റിൽ പോസിറ്റീവാണ്. ഐ ഹാവ് എ ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ സെൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ചില ആളുകൾ പെട്ടെന്ന് എടുത്തു ചാടി പറയും, എന്ത്, അവിടെ ലിറ്റിലുണ്ട്, അത് പോസിറ്റീവാണെന്നൊക്കെ പറയും, അല്ല നെഗറ്റീവാണെന്ന് പറയും. അല്ല, എ ലിറ്റിലാണ് വന്നിട്ടുള്ളത്. എ ലിറ്റിൽ വന്നാൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ്, അല്ല നെഗറ്റീവായിരിക്കണം എന്നുള്ളതാണ്. എ ലിറ്റിൽ നെഗറ്റീവ് പോസിറ്റീവാണല്ലോ. ഓക്കെ, ആ സെൻസ് പോസിറ്റീവാണ്. അവിടെ എന്താണ്? സബ്ജക്റ്റ് പോസിറ്റീവാണെന്ന് കിട്ടി, ഓക്സിലറി ഹാവ് ആണെന്ന് കിട്ടി, സബ്ജക്റ്റ് ഐ ആണെന്ന് കിട്ടി. ഹാവിൻ്റെ നെഗറ്റീവ് എന്താണ്? ഹാവിൻഡ് ഐ, ഹാവിൻഡ് ഐ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് എന്ത്? അപ്പം നമ്മൾ ഇറ്റ് ചേർക്കേണ്ട മേഖലകൾ പറഞ്ഞു. ഇനി ദേ ചേർക്കേണ്ട മേഖലകളുണ്ട്. ഒന്ന്, ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇവകളാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നതെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രിനൗൺ എന്തായിരിക്കും? ദേ ആയിരിക്കും. നന്നായി ശ്രദ്ധിക്കണം, ദേ ആയിരിക്കും. മനസ്സിലായല്ലോ? ഫ്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, അപ്പൊ എ ഫ്യൂ പോസിറ്റീവ്, ദ ഫ്യൂ പോസിറ്റീവ്. നന്നായി ശ്രദ്ധിക്കണം. നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. ഫ്യൂ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ ഫ്യൂ, ഇവിടെ ആദ്യം ഓക്സിലറി എന്താണ്? ആറാണ്. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്, കാരണം ഫ്യൂ കടന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 6 ഓക്സിലറി എടുത്തു, ആറിൻ്റെ ആക്കണോ? വേണ്ട. ഇനി സബ്ജക്റ്റ് എന്തായി വരുന്ന പറഞ്ഞേ? ദേ, കാരണം ഫ്യൂ ആണ് അവിടെ സബ്ജക്റ്റ്, ഫ്യൂ ബോയ്സ്. അപ്പം എന്താണ്? ആർ ഇൻഡ് ദേ. ഏതാണ്? ആർ ഇൻഡ് ദേ. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ പറയാം. ദീസ് ആർ മൈ ബുക്സ്. സബ്ജക്റ്റ് പോസിറ്റീവോ നെഗറ്റീവോ? സബ്ജക്റ്റ് അല്ല, സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? സെൻറ്റൻസ് പോസിറ്റീവാണ്. ഓക്സിലറി ഏതാണ്? ആറാണ്. ആറിൻ്റെ നെഗറ്റീവ് എന്താണ്? ആറിൻ്റെ ആണ്. സബ്ജക്റ്റ് ഏതാണ്? ദീസ് ആണ്. ദീസ് വന്നാൽ അവിടെ പ്രിനൗൺ എന്തായിട്ട് വരും? ദേ ആയിട്ട് വരും. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ആറിൻഡ് ദേ. ഏതാണ്? ആറിൻഡ് ദേ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. there are, these those അല്ല ട്ടോ, there are a few snakes in the garden. ഓക്കെ, ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ചില ആളുകൾ ഫ്യൂ എടുത്ത് ചാടിയിട്ട് പറയും ഈ സെൻറ്റൻസ് നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവാണോ? അല്ല, സെൻറ്റൻസ് പോസിറ്റീവാണ്. എന്താ കാരണം? എ ഫ്യൂ ആണ്. എ ഫ്യൂ നെഗറ്റീവ് ആണ്, പോസിറ്റീവാന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ആർ. ഓക്കെ, പിന്നെ ഇവിടെ സബ്ജക്റ്റ് ഫ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഏതാണ്? ദേർ ആണ്. ദേർ വന്ന ദേർ തന്നെയാണ്. ഹിയർ വന്ന ഹിയർ, ദേർ വന്ന ദേർ, കുഴപ്പമൊന്നുമില്ല. ആർ ഇൻഡ് ദേർ. ഏതാണ്? ആർ ഇൻഡ് ദേർ. അപ്പോൾ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവരുത്.
അപ്പോൾ ഇറ്റ് ചേർക്കണ മേഖലകൾ ഏതാണ്? ദിസ്, ദാറ്റ്, പിന്നെ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇവകളിൽ ഒരു സെന്റൻസിന്റെ തുടക്കം വന്നാൽ അവകളുടെ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ഇറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സെന്റൻസ് തുടങ്ങുന്നത് ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇവകളെ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രിനൗണ് എന്തായിരിക്കും? ദേ ആയിരിക്കും. നമ്മൾ എക്സാമ്പിളുകളൊക്കെ ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. ഒരു സെന്റൻസ് everybody, somebody, anybody, nobody, everyone, someone, anyone, no one, everybody, somebody, anybody, nobody, everyone, someone, anyone, no one. ഇവകളെ കൊണ്ടാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ആ സെന്റൻസ്, ആ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് പ്രിനൗൺ ദേ ആയിരിക്കും. ദേ ആയിരിക്കും. നന്നായി ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ ഓക്സിലറി, ഇവകളോട് കൂടെ വരുന്ന ഓക്സിലറി എസ് ഫോം ആയിരിക്കും. എസ് ഫോം എന്നാണ് ഈ എസ് ഉള്ള വേർബുകൾ. ഈസ്, വാസ്, ഓക്കെ, ഹാസ്, ഡസ്. ഇങ്ങനെ ഓക്സിലറി കണ്ടാൽ, ഇവകളോട് കൂടെ വന്ന ഈസ് കണ്ടാൽ നിങ്ങൾ ഈസിൻ്റെ ആക്കരുത്. ഈസ് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആറിൻ്റെ. വോസ് കണ്ടാൽ നിങ്ങൾ ആക്കേണ്ടത് വെയറിൻ്റെ. ഹാസ് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹാവിൻ്റെ. ഡസ് കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട്. മറക്കരുത്. ഇവകളോട് കൂടെ എസ് ഉള്ള വേർബുകളെ വരൂ പ്രസന്റിൽ. എന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇതിൻ്റെ ബഹുവചന രൂപമേ വരൂ. കാരണം ദേ എന്നുള്ള അവിടുത്തെ പ്രിനൗണ് സിംഗുലർ ഓക്സിലറിയെ പരിഗണിക്കില്ല, പോസിറ്റീവ് പ്ലൂരൽ ഓക്സിലറിയെ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈസിൻ്റെ പ്ലൂരലാണ് ആറ്, വോസിൻ്റെ പ്ലൂരലാണ് വെയർ, ഹാസിൻ്റെ പ്ലൂരലാണ് ഹാവ്, ഡസിൻ്റെ പ്ലൂരലാണ് ഡു. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ വന്നാൽ ഈസ് വന്നാൽ ആറിൻ്റെ, ഈസ് ആറിൻ്റെ, ഈസിൻ്റെ ആറ്, വോസ് വയറിൻ്റെ, വോസിൻ്റെ വെയർ, ഹാസ് ഹാവിൻ്റെ, ഹാസിൻ്റെ ഹാവ്, ഡസ് ഡോണ്ട്, ഡസിൻ്റെ ഡു. കണ്ടോ? അങ്ങനെ ആ രീതിയിലാണ് വരിക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ? എവരിബഡി ഈസ് ഹാപ്പി. ആദ്യം ഈ സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ഈ സെൻറ്റൻസ് പോസിറ്റീവ്. ഓക്സിലറി ഏതാണ്? ഈസ്. ഈസിൻ്റെ ബഹുവചനം എന്താണ്? ആറ്. ആറിൻ്റെ നെഗറ്റീവ് എന്താണ്? ആറിൻ്റെ. കാരണം പോസിറ്റീവ് സെൻറ്റൻസ് അല്ല, അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റെ. എവരിബഡി വന്നാൽ എന്താ വേണ്ടത്? ദേ. ആറിൻ്റെ ദേ. നന്നായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. നോബഡി വാസ് ഹാപ്പി. നോബഡി വാസ് ഹാപ്പി. ഈ സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ? സെൻറ്റൻസ് നെഗറ്റീവാണ്. എന്താ കാരണം? നോണ്ട്, നോബഡിയാണ്. ഓക്കെ, അപ്പോൾ വോസ് ആണ് ഓക്സിലറി. വോസിന് നമ്മൾ പുറത്തെടുത്തല്ലോ, എടുത്തു. വോസിൻ്റെ പ്ലൂരൽ എന്താണ്? വേർ. ഇനി വേറിനെ വേറിൻ്റെ ആക്കണോ? വേണ്ട. കാരണം എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണ്ടേ? വേർ. വെയർ. ഇനി ഏതാണ് സബ്ജക്റ്റ്? നോബഡി. നോബഡി വന്ന ദേ എന്നല്ലേ പറഞ്ഞേ? എവരിബഡി, സംബഡി, എനിബഡി, നോബഡി, എവരിവൺ, സംവൺ, എനിവൺ, നോ വൺ. സബ്ജക്റ്റ് ദേ, ദേ, ദേ. മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഏതാണ് വരിക? ലാസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. സംബഡി കോൾസ് മീ. സംബഡി കോൾസ് മീ. ഓക്കെ, ഈ സെൻസ് പോസിറ്റീവോ നെഗറ്റീവോ? ഈ സെൻറ്റൻസ് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ഐഡിയാസ് ഒന്നും അതിലില്ല. അതിൽ ഓക്സിലറി കാണുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വന്നാൽ അവിടുത്തെ ഓക്സിലറിയെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? വേർബിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതാണ് വേർബ്? കോൾസ് എന്നുള്ള വേർബ് വന്നാൽ എസ് ഫോം ആണെങ്കിൽ ഓക്സിലറി ഡസ്. അപ്പോൾ ഡസ് കിട്ടി. കാരണം
സംബടിയാണ് സബ്ജക്റ്റ് നോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവകളുടെ ബഹുവചന രൂപമാക്കണം എന്ന് പറഞ്ഞു. ഡസിന്റെ ബഹുവചന രൂപം ഏതാണ്? ഡു. ഡൂന്റെ നെഗറ്റീവ് എന്താണ്? ഡോണ്ട്. സബ്ജക്റ്റ് എന്ത് വരും? ക്വസ്റ്റ്യൻ ആക്കിയല്ലേ? ദേ. അപ്പം എന്താണ്? ഡോണ്ട് ദേ. ഇതാണ് ഡോണ്ട് ദേ. ഈ ക്ലാസ് ഇവിടെ മൈ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ സ്റ്റോപ്പ് ദ ക്ലാസ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.